പ്രശാന്തേട്ട, ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഇപ്പോൾ മികച്ച ബന്ധത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അറിയാം, അജിത് ഡോവൽ ചൈനയിലെത്തി സന്ദർശനം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാണ് ആ മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ചൈനയെ അങ്ങനെ വിശ്വസിക്കരുതെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. പക്ഷേ ഇപ്പോൾ പല നയതന്ത്ര ചർച്ചയിലൂടെയും ഇന്ത്യ ചൈന ബന്ധം മുന്നോട്ട് പോകുന്നല്ലോ. ആ മുന്നറിയിപ്പ് കാര്യമായി എടുക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ അമേരിക്കയെ വിശ്വസിക്കണോ ചൈനയെ വിശ്വസിക്കണോ എന്നുള്ളതാണ് പ്രശ്നം. അമേരിക്കയും വിശ്വസിക്കാൻ കൊള്ളില്ല, ചൈനയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് കൂടുതൽ വിശ്വസിക്കാൻ കൊള്ളാത്തത് ചൈന തന്നെയാണ്. പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. അമേരിക്ക പിന്നെ ഇപ്പം നമുക്ക് ട്രംപ് വന്നതോട് കൂടി അദ്ദേഹത്തെ വിശ്വസിക്കാം, മനസ്സിലാവുന്നുണ്ട്. അപ്പം നേരത്തെ ബൈഡൻ ഇരുന്നതിൻ്റെ അത്രയും പ്രശ്നങ്ങളിൽ ഉണ്ടാവത്തില്ല. കാരണം കീഴിക്കുള്ള പണി കുറഞ്ഞിരിക്കും. നമ്മുടെ ഭാഗം അത് ഇരുന്ന 4 കൊല്ലം പണ്ട് ഇരുന്ന 4 കൊല്ലവും നമ്മുടെ ഭാഗമായിട്ടാണ് പലവട്ടം നിന്നിട്ടുള്ളത്. അമേരിക്കയുടെ താല്പര്യത്തിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഭാഗത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ താല്പര്യത്തിന് ഒരു കരുതൽ കൊടുത്തിരുന്ന മനുഷ്യനാണ്. പാകിസ്ഥാൻ്റെ വിഷയത്തിലായാലും ചൈനയുടെ വിഷയത്തിലായാലും ലോകത്തുടനീളമുള്ള വിഷയത്തിൽ നമുക്ക് പക്ഷേ ഇപ്പം അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്ന മുന്നറിയിപ്പ് 1,20,000 സൈനികർ ഇപ്പോഴും നമ്മുടെ അതിർത്തിയിലുണ്ട്. ഇപ്പം നമ്മളിപ്പം നയതന്ത്രപരമായിട്ട് ഇപ്പം ശ്രീത്ത് പറഞ്ഞ പോലെ നമ്മൾ അവരുമായിട്ട് വളരെ നല്ല ബന്ധത്തിലാണ്. ചില നിർമ്മാണങ്ങൾ പുതിയ അല്ലെങ്കിൽ ചില നിർമ്മാണ പ്രവൃത്തികൾ ചൈനയും ഇന്ത്യയും കൂടെ ഒന്നിച്ച് നടത്തുന്നതിനും ഇത് ഇന്ത്യയിലും ചൈനയിലും ഒക്കെ നടത്തുന്നതിനും എനിക്കൊന്ന് ആയുധം നിർമ്മാണത്തിനകത്ത് പോലും കരാറുണ്ടായെന്ന് വ്യക്തത വന്നിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനെല്ലാം കാരണമായിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു റഷ്യയാണ്. റഷ്യ അതിനകത്ത് കൂടുതൽ ഇടപെട്ടിട്ട് അല്ലെങ്കിൽ ഈ പാകിസ്ഥാനുമായിട്ട് ചൈനയ്ക്കുണ്ടായുള്ള ഒരു ബന്ധം, ആ ബന്ധത്തിനകത്ത് കുറവ് വരുത്തി ഇന്ത്യയുമായിട്ടൊരു നല്ല നയതന്ത്ര ബന്ധത്തിനകത്ത് പോകണമെന്ന് പറയുകയും മാത്രമല്ല ഇന്ത്യയിൽ നേരത്തെ ഉള്ളതിനെക്കാട്ടി കൂടുതൽ മാനുഫാക്ചറിങ് തുടങ്ങുകയും അതുപോലെ കയറ്റുമതി ഇറക്കുമതി. ഈ മാനുഫാക്ചറിങ് ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണല്ലോ ചൈന. കയറ്റുമതിയിൽ കൂടി വരുമാനം കണ്ടെത്തുന്ന രാജ്യമാണ്. അപ്പം ഇന്ത്യ അത്തരത്തിൽ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോം ആയി, നേരത്തെക്കാട്ടിൽ വളരെ മികച്ചതായി. ലോകത്തുടനീളമുള്ള ഈ മേക്കിംഗ് ഇന്ത്യയിൽ കൂടെയും അല്ലെങ്കിൽ ലോകത്തുടനീളമുള്ള ഈ പറഞ്ഞതുപോലെ കയറ്റുമതി ഇറക്കുമതി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് രംഗത്തേക്ക് ഇന്ത്യയും വലിയ കുതിച്ചുചാട്ടം നടത്തുക. അപ്പോൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നിന്നാൽ മാത്രമേ അവരുടെ രാജ്യത്തിൻ്റെ ബിസിനസ് രീതിയിലുള്ള ഉയർച്ചയ്ക്കും അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ഈ മാനുഫാക്ചറിങ് ചെയ്യുന്ന സാധനങ്ങൾ ലോകത്ത് ഉടനീളം പർച്ചേസ് അല്ലെങ്കിൽ അതിനുള്ള ഇത് കണ്ടെത്തുക എന്നുള്ളതാണല്ലോ. അപ്പം അതിനകത്ത് ഇന്ത്യയും ഉപയോഗപ്പെടുത്താം, യൂറോപ്യൻ രാജ്യങ്ങളെ അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഇന്ത്യ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു കരാർ വരികയും അതിർത്തിയിൽ ഈ പറഞ്ഞത് 2021 ഒരു സംഘർഷം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ അതിർത്തിയിൽ. അവരുടെ കുറേ പട്ടാളക്കാരുടെ കഴുത്തൊടിച്ച് കളയുകയൊക്കെ ചെയ്തൊരു സംഭവം അറിയത്തില്ലേ? അതായത് അതിർത്തിയിൽ വിഷയം നമ്മുടെ കടന്നുകയറ്റം വന്നപ്പോൾ അപ്പോൾ അതിർത്തിയിൽ ആയുധങ്ങൾ ഉപയോഗിച്ചുകൂടാന്ന് അല്ലെങ്കിൽ തോക്ക് മറ്റു കാര്യം ഉപയോഗിച്ചുകൂടാ, കായികമായിട്ട് ഇങ്ങോട്ടും പ്രശ്നമുണ്ടായി. ഏതാണ്ട് അവർ പറഞ്ഞതിൻ്റെ ഒരു 10-100 സൈനികരെ നമ്മൾ ഡാമേജ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം അവർ വളരെ ഈ അവരുടെ അഭിമാന പ്രശ്നമായതുകൊണ്ട് അതിനകത്ത് എണ്ണം വളരെ കുറച്ചാണ് പറയുന്നത്. അന്നൊന്നും പറഞ്ഞില്ല. നമ്മുടെ പട്ടാളക്കാർക്ക് അതിനകത്തുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടാളക്കാർക്ക് ഹൈറ്റ് കൂടുതലുണ്ട്, ചൈനക്കാർക്ക് ഹൈറ്റ് കുറവാണ്. ഇവർക്ക് നമുക്ക് ഈ അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാർക്ക് വളരെ കൃത്യമായിട്ട് ചില ജൂഡോ പരിശീലനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ പട്ടാളക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രത്യേക ഒരു പേര് പറയാം നമ്മുടെ ആ പട്ടാളക്കാരുടെ. എനിക്ക് തോന്നുന്നു ഈ ഗറില്ല അല്ലെങ്കിൽ നമ്മുടെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കഴുത്ത് തിരിച്ചൊടിക്കുന്നതിനും സെക്കൻഡുകൾക്കകം കഴുത്ത് ഒടിച്ചു കളയും. പിന്നെ അയാളെ കൊണ്ടൊന്നും ജീവൻ പോകത്തില്ല, കോമ സ്റ്റേജ് ആയിപ്പോകും, ഒന്നിനും കൊള്ളത്തില്ല, മരിക്കുന്ന അതിലെന്നല്ലേ. അപ്പം ആ രീതിയിൽ കണ്ടമാണ്. കാരണം ഇവർക്ക് നീളക്കുറവായതുകൊണ്ട് നമ്മുടെ പട്ടാളക്കാർക്ക് ഭയങ്കര ഹൈറ്റും ഒക്കെ ആണല്ലേ. അപ്പോൾ ഇവർക്ക് നീളക്കുറവായതുകൊണ്ട് ഈ കാര്യത്തിൽ അവർക്ക് ഒത്തിരി അപകടം പറ്റി. അതിനുശേഷവും അവിടെ സംഘർഷം ഇന്നും ആ ബോർഡറിൽ സംഘർഷമുണ്ട്. 2021 ആ സംഭവം സംഘർഷഭരിതമായിരുന്നു. ഇപ്പം അതിനകത്ത് ബോർഡർ രണ്ടുപേരും തീരുമാനിച്ചിരുന്ന അല്ലെങ്കിൽ പരസ്പരം ധാരണയിലുണ്ടായിരുന്ന ബോർഡറിനകത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടാളം ബോർഡർ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കുകയും അല്ലെങ്കിൽ രണ്ടുപേരും ഈ ഒരു ദിവസം അവർക്ക് തീരുമാനിച്ചു കൊടുത്തിരിക്കുന്ന സമയങ്ങളിൽ ഈ ബോർഡറിലെല്ലാം നമ്മുടെ പെട്രോളിംഗ് നടത്തി ബോർഡർ വീക്ഷിച്ചു പോകുന്നതിന് വേണ്ടിയുള്ളൂ. അപ്പോൾ അവിടെ ഈ പറയുന്ന അമേരിക്ക പറയുന്ന കാര്യത്തെപ്പറ്റി ഇന്ത്യക്ക് ബോധ്യമുണ്ടോ? പറഞ്ഞാൽ ശരി, 1,20,000 പട്ടാളം ഇപ്പോഴും അതിർത്തിയിലുണ്ട്, അവർ പിന്മാറിയിട്ടുണ്ട് എന്ന് പറയുന്നതിനകത്ത് വാസ്തവമില്ല. നിങ്ങൾ വളരെ സൂക്ഷിക്കണം, ചൈനയെ വിശ്വസിക്കരുത്. അതുപോലെ സർഫസ് ടു എയർ മിസൈലുകൾ അതിർത്തിയിൽ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ എയറോഡ്രോംസ് അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ നടന്നു കയറുമ്പോൾ ആക്രമിക്കുന്നുണ്ട്. അത് നമ്മളും ചിലപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ടാവും, ഈ പറയുന്നുണ്ടാവുന്നുണ്ടോ? നമ്മുടെ അതിർത്തി ഇപ്പോഴും നമ്മളതിന് കരുതലുണ്ടാക്കത്തില്ല. ഇന്ത്യ റാഫേൽ വിമാനങ്ങൾ ആ
അതിർത്തി പ്രദേശങ്ങളിൽ അതുകൊണ്ട് നമ്മളും ഈ പറയുന്നത് പോലെ ഈ അമേരിക്ക മുന്നറിയിപ്പ് കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് ഈ പറഞ്ഞതുപോലെ ഈ 1962 നമുക്ക് ഒരു പണി തന്നതാണ്, ഓർമ്മയുണ്ടല്ലോ, നെഹ്റുവിൻ്റെ കാലത്ത്. അതിനുശേഷം ഒരു കാലത്തും ചൈനയെ വിശ്വസിച്ച് പോകുന്ന ഒരു നിലപാടുമായിട്ട് ഇന്ത്യ നിന്നിട്ടില്ല. പിന്നെ 2014 ശേഷം യാതൊരു രീതിയിലും ചൈന എത്ര പറയുമ്പോഴും, ചൈനയുടെ സൗഹൃദം ഉണ്ടെന്ന് പറയുമ്പോഴും, ചൈന പറയുന്നത് വിശ്വസിച്ച് പോകുന്ന ഒരു നിലപാടുമായിട്ട് ഇന്ത്യ പോകുമെന്ന് നമുക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടെന്ന് പോകുന്നില്ല. കാരണം ഏത് സമയവും ചതി കാണിക്കുന്ന ഒരു സ്വഭാവമുള്ളതും, അല്ലെങ്കിൽ ഈ വട്ടം കിടക്കുന്ന രാജ്യങ്ങളെ ഏതെങ്കിലും അവസരത്തിൽ പിടിച്ചെടുക്കുന്ന ഒരു രീതിയുള്ളതുമായിട്ടുള്ള ആ ശീലമുള്ളതും, അങ്ങനെ പലവട്ടം അങ്ങനെ കാണിച്ചിട്ടുള്ള പല രാജ്യങ്ങളോടും കാണിച്ചിട്ടുള്ളതാണ് ചൈനയുടെ സ്വഭാവം. അപ്പം നമ്മളങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇപ്പം ചൈനയുടെ ഗതികേടെന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് ഈ ശക്തന്മാരുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നു പോകുന്നതെന്ന് പറയുന്നൊരു തത്വം ഉണ്ടല്ലോ, ആ തത്വത്തിൽ ഊന്നിയാണ് നിൽക്കുന്നത്. അതായത് മത്സരിച്ചിട്ട് കാര്യമില്ല, നേരിട്ടുള്ള മത്സരത്തിൽ ചൈനയ്ക്ക് പിടിച്ചു നിൽക്കാൻ പാടായിരിക്കും ഇന്ത്യയോട്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ, രണ്ടുപേർക്കും നഷ്ടം വരും. അപ്പം സൗഹൃദപരമായിട്ട് പോവുകയും രണ്ടുപേർക്കും ലാഭം ഉണ്ടാകുന്ന രീതിയിൽ ഉള്ള കരാറുകളും അല്ലെങ്കിൽ ബിസിനസ്സുകളും കയറ്റുമതി ഇറക്കുമതിയൊക്കെ നടത്തി പോകുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുമ്പോൾ ചൈന അമേരിക്കയുടെ ഒരു ശത്രു തന്നെയാണ്. ചൈന ഈ സാമ്പത്തിക വളർച്ചയിൽ അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുകയും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്ന, അസ്വസ്ഥമാക്കുകയും ചെയ്യുന്ന രാജ്യം. ഇപ്പം ചൈനയും ഇന്ത്യയും കൂടെ, ഈ രണ്ട് സാമ്പത്തിക ശക്തികളും കൂടെ ഒന്നിച്ചാൽ, അപ്പം ചൈനയും ഇന്ത്യയും വേർതിരിച്ച് നിർത്തേണ്ട ഒരു കടമ എന്നും ഇന്ത്യക്ക് ഉള്ളതാണ്, മനസ്സിലാവുന്നുണ്ട്. അപ്പം അത് ഇപ്പം വരുമ്പം ഈ രീതിയിൽ പറഞ്ഞ് ഇപ്പം ഈ നയതന്ത്ര ബന്ധവും അല്ലെങ്കിൽ ഈ പരസ്പരമുള്ള ബന്ധത്തിനകത്തും ഒരു വിള്ളലുണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ ആ ബന്ധം കൂടുതൽ ആഴത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതിനും വേണ്ടിയുള്ളൊരു ശ്രമമാണോ നമുക്ക് ആശങ്കപ്പെടേണ്ടതുണ്ട്. മാത്രമല്ല നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതൊരു പക്ഷേ സീരിയസ് ആയിട്ട് ഇന്ത്യ എടുത്തിട്ടുണ്ടാവും. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വിദേശകാര്യമന്ത്രി അവിടെ പോയി അവിടുത്തെ വിദേശകാര്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു, പല കരാറുകൾ ഒപ്പിട്ടു, എല്ലാം ഒന്നും വെളിയിൽ വിട്ടിട്ടില്ല, വൈസ് പ്രസിഡന്റിനെ വരെ കണ്ടെന്നാണ് പറയുന്നത്. അപ്പം ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. അപ്പം പാകിസ്ഥാനെ ഇന്ത്യക്കെതിരാക്കി നിർത്തുന്നതിന് വേണ്ടി ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് പുറകോട്ട് പോകണം, അല്ലെങ്കിൽ അതിന് ഇതുവരെ പരസ്യമായിട്ടുള്ള രീതികളും നിലപാടുകളിലും ഒക്കെയാണ് ചൈന നടന്നുകൊണ്ട്. അപ്പം ഇപ്പം ചൈന കൊടുക്കുന്നുണ്ടാവത്തില്ലെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല, കൊടുക്കുന്നൊക്കെ തന്നെ ഉണ്ടാവും ചൈനയുടെ. പക്ഷേ അതിനകത്തൊക്കെ ഒരു കുറവ് വരുത്തുകയും, കാരണം പ്രധാനപ്പെട്ട ഒരു രാജ്യം, സഖ്യരാജ്യമായിട്ടുള്ള റഷ്യയായിട്ടൊക്കെ സംസാരിച്ചിട്ടായിരിക്കുമല്ലോ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളും കരാറുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. മാത്രമല്ല വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കം നടത്തുന്നുണ്ട് ഇന്ത്യ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീയൻ കമ്പനികൾ അല്ലെങ്കിൽ ചൈനയുടെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ബിസിനസ്സുകൾ ചൈനയുടെ മാനുഫാക്ചറിങ് സാധനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവച്ച് മാനുഫാക്ചർ ചെയ്യിക്കും. അപ്പം ഇന്ത്യയിൽ കൊണ്ടുവച്ച് ഇന്ത്യയിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ കയറി ആക്രമിച്ചാലോ, ഇന്ത്യയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ആർക്ക് നഷ്ടം വരുന്നത്? അയാൾ ഇന്ത്യ കയറി ആക്രമിക്കുക. അപ്പോൾ ചൈന ഇവിടെ കോടാനുകോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പല കമ്പനികളും ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നാണ് സാധനം ഉൽപ്പാദിപ്പിച്ച് ലോകത്ത് അല്ലെങ്കിൽ പല രാജ്യങ്ങളിലേക്കും വിതരണം ചെയ്യുന്നത്. ഇപ്പം തന്നെ EV എന്ന് പറയുന്ന നമ്മുടെ കാറുകളുണ്ട്, ലോകത്തുടനീളം ഈ പെട്രോൾ ഡീസൽ കാറുകൾ മാറ്റിയിട്ട് ഇലക്ട്രോണിക് ഇതിലേക്ക് പോകും. ഇതിൽ ലോകത്തുടനീളം ഈ കാറുകൾ നിർമ്മിക്കുന്നതിൻ്റെ 90% പാർട്സും അല്ലെങ്കിൽ അതിൻ്റെ എക്യുപ്മെൻറ്റ്സും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പ്രധാനപ്പെട്ട രാജ്യം ചൈന തന്നെ. ചൈനയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള രാജ്യങ്ങളെ കയറ്റി വരുന്നത്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മാനുഫാക്ചറിങ്ങിനകത്ത് ഏറ്റവും മുമ്പത്ത് നിൽക്കുന്ന രാജ്യവും അതിൻ്റെ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കുന്ന രാജ്യമാണ്. അപ്പം ഈ രാജ്യത്തെ മാനുഫാക്ചറിങ് കമ്പനികൾ പലതും ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിനും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അവിടോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പരസ്പരം അവിടെ എവിടെയും കമ്പനികൾ ആസൂത്രണം ചെയ്യുന്നതിനും സ്ഥാപിക്കുന്നതിനും ഒക്കെയുള്ള ഒരു ശ്രമവും അതിനുള്ള ചർച്ചയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതിനകത്തും ഈ തന്ത്രപരമായ നീക്കമുണ്ട് മോദിയുടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അമേരിക്ക ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, പിന്നെ അമേരിക്ക വേറെ ഏതെങ്കിലും രാജ്യം നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി അമേരിക്ക സമ്മതിക്കൂ? കാരണം അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ കിടക്കുമോ? ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ശ്രീത്തെ ഇപ്പം പണം തന്നെയാണ്. പണം കഴിഞ്ഞിട്ടുള്ള ആയുധവും കാര്യങ്ങളും മറ്റു മറിച്ചു, പക്ഷെ അതിന്റെ കൂടെ തന്നെ വേണം, ആയുധങ്ങളും കൂടെ വേണം. അല്ലെങ്കിൽ യൂറോപ്പ്. അതോടൊപ്പം മറ്റൊരു സംശയം, ഇന്ത്യയും ചൈനയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുന്നത് എന്തായാലും അമേരിക്കയ്ക്ക് താല്പര്യം കാണില്ല. അമേരിക്കയ്ക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. ഇവർ തമ്മിൽ ഉള്ള ഒരു ബന്ധം ദൃഢമായിട്ടും കൂടുതൽ ആഴത്തിലും പോയാൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചു പോകുന്ന ഒരവസ്ഥ വന്നാൽ ഈ പറയുന്നത് അമേരിക്ക ഈ ഡീപ് സ്റ്റേറ്റിന് താല്പര്യം ഉണ്ടല്ലോ. ഈ ഡീപ് സ്റ്റേറ്റ് ഇപ്പം ട്രംപിന്റെ കയ്യിലല്ലാത്തത് കൊണ്ടാണ് ഡീപ് സ്റ്റേറ്റിനോട് ട്രംപിന് അത്രയും ധാരണയില്ലാതെയും പ്രശ്നമില്ല.
അമേരിക്കയിൽ ഇന്നും ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. അമേരിക്കയിൽ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അകത്ത ഭരണത്തെ നിയന്ത്രിക്കുന്നത്. അതായത് ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ബിസിനസ്സുകാര്, വലിയ ഉദ്യോഗസ്ഥന്മാര്, പിന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ ചില കക്ഷികൾ, എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഇതുപോലുള്ള കക്ഷികളെല്ലാം കൂടി ലോകത്തിന്റെ മൂവ്മെന്റ്, അല്ലെങ്കിൽ ലോകത്ത് എന്തൊക്കെ നടക്കണം, അമേരിക്കയിൽ എന്തൊക്കെ നടക്കണം, ലോകത്തെ എക്കണോമി എങ്ങോട്ട് പോകണം, ഏതൊക്കെ രാജ്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു സോക്കേടാത് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയും. അപ്പം അതിനകത്ത് ഇവർ തമ്മിലുള്ള രണ്ട് രാജ്യങ്ങൾ, ഈ രാജ്യം ഇപ്പം നമ്മളെ എക്കണോമിക്കൽ ഗ്രോത്ത് ഭയങ്കരമാണ്. ചൈനയുടെ അറിയാമല്ലോ, ചൈന വളരെ പെട്ടെന്ന് സാമ്പത്തിക ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കും. അമേരിക്കയുടെ അല്ലെങ്കിൽ രണ്ടാമതും ഒക്കെ വരാൻ സാധ്യത അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളും അതുപോലെ മൂന്നും നാലൊക്കെ ആയിട്ട് 1, 2 വരാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പൊ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ യോജിച്ചു പോയാൽ വളരെ കൂടുതൽ വലിയ വളർച്ചയിലേക്ക് പോകും. ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലേക്ക് എക്കണോമിക്കൽ ഗ്രോത്ത് രണ്ട് രാജ്യങ്ങളുണ്ട്. ഇതിപ്പം അമേരിക്ക പോലുള്ള രാജ്യത്തിന്റെ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥ അവരുടെയാണല്ലോ എല്ലാ രീതിയിലും. ഇതിനകത്ത് ബുദ്ധിമുട്ട് വരും. ഒരുത്തൻ ലോകം മൊത്തം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരുത്തന്റെ മാനസികാവസ്ഥ എന്തോ വേറൊരുത്തന്റെ കയ്യിലോട്ട് കൊണ്ട് നമ്മുടെ തന്നെ ഇരിക്കണമെന്നില്ല. ഇപ്പൊ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കസേര എണീറ്റ് കൊടുക്കാത്ത കാലമാണ്, അറിയാമല്ലോ, അധികാരത്തിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പം ആ ഒരു വിഷയം ഇതിനകത്തുണ്ട് പ്രധാനമായിട്ടും എന്ന് വിചാരിക്കാം. പക്ഷെ അതിനകത്ത് അവർ പറയുന്ന കാര്യത്തിനകത്ത് നമ്മൾ കരുതലെടുക്കാതെ പോകുന്നതും ശരിയല്ല. നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അമേരിക്കയുടെ നമ്മളും ചൈനയുമായിട്ടുള്ള അടുപ്പത്തിനുള്ള അസൂയാണോ യാഥാർത്ഥ്യമാണോ? ഏതായാലും പഴയതുപോലെ അങ്ങനെ ശ്രദ്ധിക്കാതെയും അല്ലെങ്കിൽ ചുമ്മാതെ മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയോ ഒന്നും അല്ലല്ലോ നമുക്കുള്ളത്. നമ്മൾ കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ച് ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ ബോർഡറിൽ നമ്മൾ അഫ്ഗാൻ ബോർഡറിലും അല്ലെങ്കിൽ നമ്മുടെ ബോർഡറിലെല്ലാം നമ്മൾ ശക്തമായിട്ട് തന്നെ നിരീക്ഷിച്ചാണ് വരുന്നത്. അല്ല അശ്രദ്ധമായിട്ടുള്ള പോക്കുകളൊന്നുമില്ല. കാരണം അത്രയ്ക്ക് ശത്രുക്കൾ കൂടി വരുന്ന ഒരവസ്ഥയാണ് നമുക്കറിയാം. അപ്പം എന്നാലും ഈ പറഞ്ഞതിനകത്ത് ഒരു കാര്യമുണ്ടോ എന്ന് പരിശോധിച്ച് പോകുന്നത് നന്നാവും. ഏതായാലും രണ്ടുപേരെയും നമുക്ക് അത്രയും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോ അജണ്ടയുണ്ട്. ഇന്ത്യ അങ്ങനെ വിശ്വസിച്ച് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. നയതന്ത്ര ബന്ധത്തിൽ ഇപ്പം ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ ലോകത്തിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന നിലപാടുകളാണ്. അതുകൊണ്ട് തന്നെ അത് സൂക്ഷിക്കാൻ കരുത്തുള്ള ഒരു ഗവൺമെന്റാണ് നമ്മുടെ ഗവൺമെന്റ്, ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് നമുക്ക് ആശ്വസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.